നമസ്കാരം ട്രേഡേഴ്സ്, ഞാൻ സിയാദ് ഇല്ലീഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ച നമ്മളുടെ മാർക്കറ്റ് ഔട്ട്ലുക്കാണ്. വരും ആഴ്ചേനെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്ലോബൽ ഈവൻറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയിൽ നിഫ്റ്റി ഏകദേശം ഒരു 500 പോയിൻറ്റിൻ്റെ ട്രേഡിംഗ് റേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആഴ്ചയാണ്. 21,450 ലോയും കൂടാതെ തന്നെ 21,915 ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്ത് നിഫ്റ്റി അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. 22,000 തൊട്ടടുത്താണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് മാർക്കറ്റ് റീക്യാപ്പ്, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഉള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ആ ഒരു സെക്ടറിൻ്റെ പെർഫോമൻസുകളൊക്കെ നോക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ IT സെക്ടർ ശക്തമായൊരു റാലി രേഖപ്പെടുത്തിയിരുന്നു. ഇൻഫോസിസും അതല്ലെങ്കിൽ TCSും നൽകിയ ശക്തമായൊരു റാലി കാരണം IT സെക്ടർ ഏകദേശം ഒരു 5% അടുത്ത്. റിയാലിറ്റി സെക്ടർ ക്രെഡായി കഴിഞ്ഞ ആഴ്ചയിൽ റിയാലിറ്റി മേഖലയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള ന്യൂസ് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. കഴിഞ്ഞ ആഴ്ച അത് റിഫ്ലക്റ്റ് ആയത് നമ്മൾ കണ്ടു. റിയാലിറ്റി 4.5%, എനർജി, ഓട്ടോ, PSU, മെറ്റൽ തുടങ്ങിയ സെക്ടറുകളാണ് വീക്കിലി അടിസ്ഥാനത്തിൽ ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. FMCGയും അതുപോലെ തന്നെ നെസ്ലെയെല്ലാം ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റിന് ശേഷം എല്ലാം തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതുകൊണ്ട് തന്നെ FMCG 2% ഒരു ഫോള് രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചയിൽ മികച്ച പ്രകടനം വീക്കിലി അടിസ്ഥാനത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഹീറോ മോട്ടോ കോർപ്പ് ഏകദേശം 10% അടുത്ത്. HCL ടെക് 52 വീക്ക് ഹൈ ആണ്, റിസൾട്ട് വന്നിട്ടുണ്ട്. 8% റാലി രേഖപ്പെടുത്തിയത്. ഇൻഫോസിസ് വീക്കിലി അടിസ്ഥാനത്തിൽ 5.5%. റിലയൻസ് ഗുജറാത്തിൽ അവിടെ ഗ്ലോബൽ സബ്മിറ്റിൽ മുകേഷ് അംബാനി ഇന്ത്യയിലേക്ക് ഏകദേശം 12 ലക്ഷം കോടി രൂപ സംഭാവന ചെയ്യും, അല്ലെങ്കിൽ വികസന പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമെന്നുള്ളൊരു പ്രസ്താവന കാരണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു റിലയൻസിൻ്റെ തന്നെ ഏറ്റവും മികച്ച ഒരു ആഴ്ചയായിട്ട് കണക്കാക്കപ്പെടുന്നത്. 6% റാലിയാണ് റിലയൻസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. L&T മൈൻട്രി 5% റാലി രേഖപ്പെടുത്തി. ഇനി നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റി 145 പോയിൻ്റ് ഇപ്പോൾ കാണാം. എസ്റ്റർഡേ ക്ലോസ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തു, വീണ്ടും നിഫ്റ്റി ട്രേഡ് രേഖപ്പെടുത്തി 145 പോയിൻറ്റിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്തു. എന്നതിന് ശേഷം പിന്നീട് ഒരു ഫോൾ ഉണ്ടാക്കി. ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് നമ്മളെ വെള്ളിയാഴ്ച 3:30 നടത്തിയ ക്ലോസിന് ശേഷം 70 പോയിൻറ്റ് അപ്സൈഡിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. ഇനിയും തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവും. നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിനേക്കാൾ മുമ്പ് നിഫ്റ്റി ഓപ്പൺ ആവും. അപ്പോൾ വാല്യൂ മേ ബി ചേഞ്ച് ആയേക്കാം. അത് നമ്മൾ തിങ്കളാഴ്ച നാളെ പ്രീ മാർക്കറ്റിൽ നിഫ്റ്റിയുടെ വാല്യൂ എല്ലാം തന്നെ പ്രത്യേകം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരാഴ്ചയിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ക്ലാസ് കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. ശനിയാഴ്ച, അതായത് ഇന്നലെയായിരുന്നു ക്ലാസ് നടന്നത്. ഇനി അടുത്ത ആഴ്ചയിൽ കാലിക്കറ്റാണ് ഉള്ളത്. വീണ്ടും നമുക്ക് കൊച്ചിയിൽ ക്ലാസ് ഞായറാഴ്ചയുണ്ട്. അപ്പോൾ ഞായറാഴ്ച കൊച്ചിയിലെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളും ഈ വരുന്ന ശനിയാഴ്ച കാലിക്കറ്റിൽ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നമുക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പഠിക്കാം. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മളുടെ മാർക്കറ്റ് ഏറ്റവും താഴെ നോക്കാം. US വിക്സ് 74% സ്പൈക്ക് ചെയ്ത്, അഥവാ 8% സ്പൈക്ക് ചെയ്ത് 19 എന്ന നിലയിൽ US വിക്സ് നിൽക്കുന്നുണ്ട്. നാസ്ഡാക്ക് ഫ്ലാറ്റിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചപ്പോൾ ഡോ ചെറുതായിട്ടൊന്ന് ഫോൾ രേഖപ്പെടുത്തി. 118 പോയിൻറ്റിന് ഒരു ഫോൾ രേഖപ്പെടുത്തി. പിന്നീട് മുകളിലേക്ക് പോകുമ്പോൾ കാണുന്നത് ബിറ്റ്കോയിനിൽ വലിയൊരു ഫോള് ഉണ്ടായിട്ടുണ്ട്. $3,500 ബിറ്റ്കോയിൻ ഇടിഞ്ഞിരുന്നു. പിന്നീട് മുകളിലേക്ക് പോകുമ്പോൾ കാണുന്നത് യൂറോപ്യൻ മാർക്കറ്റുകളുടെ ക്ലോസിംഗ് ആണ്. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ അതിന് മുമ്പുള്ള ഏഷ്യൻ മാർക്കറ്റിൻ്റെ പ്രകടനം എല്ലാം തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വീണ്ടും ഇൻഫോസിസ് 4% റാലി രേഖപ്പെടുത്തി. വിപ്രോ 16% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വിപ്രോ എല്ലാം തന്നെ വാച്ച് ചെയ്യുക. ICICI ബാങ്കും ഡോക്ടർ റെഡ്ഡിയും റിലയൻസും എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. US ടെക്നോളജി കമ്പനീസിൽ ടെസ്ല 3% ഇടിവ്, ഇന്ത്യയിൽ 1% ഇടിവ്, മറ്റുള്ള സ്റ്റോക്കുകളിൽ ഒരു ഫ്ലാറ്റായ രീതിയിലെല്ലാം തന്നെ ക്ലോസിങ് അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ ഈവൻറ്റുകൾ, അടുത്ത ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാണാം നമുക്ക് US മാർക്കറ്റ് തിങ്കളാഴ്ച അവധിയാണ്. മാർട്ടിൻ ലൂതർ കിങ് ഡേ ആണ് അവധി. ഇനി തിങ്കളാഴ്ച ദിവസം യൂറോസോണിൽ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ യൂറോ ഗ്രൂപ്പിൻ്റെ മീറ്റിംഗ്, ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ WP മാനുഫാക്ചറിങ് ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. ചൊവ്വാഴ്ച ദിവസം ജർമ്മനിയിൽ നിന്ന് CPI ഇൻഫ്ലേഷൻ, ജർമ്മനിയിലെ ന്യൂ എക്കണോമിക് സെൻറ്റിമെൻറ്റ്സ്, UK അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്.
ബുധനാഴ്ച ദിവസം യു.എസിൽ നിന്ന് റീറ്റെയിൽ സെയിൽസ്, ചൈനയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, യൂറോസോണിൻ്റെ CPI ഇൻഫ്ലേഷൻ ഡേറ്റ, UK ഇൻഫ്ലേഷൻ ഡേറ്റ. ഇനി വ്യാഴാഴ്ച ദിവസം യു.എസിൽ നിന്ന് ഫിലാഡൽഫിയ ഫെഡ് മാനുഫാക്ചറിംഗ് ഇൻഡെക്സ് ഡേറ്റ വരുന്നുണ്ട്. ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിം, ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ്. യൂറോസോണിൽ നിന്ന് മോണിറ്ററി പോളിസി മീറ്റിംഗ്. വെള്ളിയാഴ്ച ദിവസം യൂറോസോണിൻ്റെ ECB പ്രസിഡന്റിൻ്റെ സ്പീച്ച്, UK നിന്ന് റീറ്റെയിൽ സെയിൽസ്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ലെവൽ ഹൈ ആയിട്ടുള്ള ഈവൻറ്റുകൾ മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഓരോ രാജ്യങ്ങളിലും നമുക്കറിയാം ഒരുപാട് ഈവൻറ്റുകളുണ്ട്, ഈവൻ ഇന്ത്യയിൽ ഉൾപ്പെടെ. പക്ഷേ അതെല്ലാം തന്നെ മാർക്കറ്റിനെ ഏറ്റവും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഈവൻറ്റുകളാണ്. അപ്പോൾ ആ ഈവൻറ്റുകൾ നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. ബിസ്മൈറ്റ് ട്രേഡിങ്ങിൽ ട്രേഡ് ബഡി ടാബിൽ വെബ്സൈറ്റിൽ ഈ ഈവൻറ്റ് മാത്രമല്ല, ഇനി നമ്മുടെ ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, അതല്ലെങ്കിൽ റിസൾട്ട് കലണ്ടർ, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡിയുടെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് HCL ടെക്കിൻ്റെ റിസൾട്ടാണ്. IT-യിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള HCL ടെക്കിൻ്റെ റിസൾട്ട് വന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുള്ളതാണ്. ഇയർ ഓൺ ഇയർ 6% വർധനവ് നെറ്റ് പ്രോഫിറ്റിൽ കണ്ടു. 4,350 കോടി രൂപ കരസ്ഥമാക്കി. കമ്പനി 12 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു Q3-യിൽ മറ്റുള്ള കമ്പനീസെല്ലാം തന്നെ എംപ്ലോയീസിനെ പറഞ്ഞു വിടുമ്പോൾ ഇവർ ഏകദേശം ഒരു 4000 ഫ്രഷ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. വിപ്രോ ആക്ച്വലി ഇവരുടെ റിസൾട്ട് വന്നപ്പോൾ ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ 12% കുറവുണ്ടാക്കി 2,694 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ചുരുങ്ങിയിട്ടുണ്ട്. റവന്യൂവും 5% ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് 1 രൂപ. പക്ഷേ US മാർക്കറ്റിൽ സ്റ്റോക്ക് ശക്തമായ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നമ്മൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് വിപ്രോ. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിരുന്നു. ഇൻഫ്ലേഷൻ ഡേറ്റ 5.69 ആണ്. അപ്പോൾ 5.55 ആയിരുന്നു നവംബറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ ഡേറ്റ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ് ആണ് കാണാൻ സാധിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ്, 2023 ജനുവരി 10 ഫോർഡ് ഇന്ത്യ വിട്ടു പോയപ്പോൾ ഫോർഡിൻ്റെ ഗുജറാത്തിലുള്ള പ്ലാന്റ് ടാറ്റ മോട്ടോഴ്സ് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സാനന്ദ് പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആ സമയത്ത് വാങ്ങിച്ച സമയത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ എല്ലാം തന്നെ പ്രോഫിറ്റിൽ കുറവ് കണ്ടിരുന്നു. പക്ഷേ ഇത് പ്രോഫിറ്റ് അക്വിസിഷൻ നടത്തിയത് കൊണ്ടാണ്. കാര്യങ്ങൾ ഇതല്ല, ഈ ഒരു പ്ലാന്റിൽ നിന്ന് ടാറ്റ മോട്ടോഴ്സ് പ്രൊഡക്ഷൻ ആരംഭിച്ചു എന്നുള്ള ന്യൂസാണ്. അദാനി എൻ്റർപ്രൈസസ് കമ്പനി നമ്മുടെ മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് ഇവർക്കൊരു സോളാർ പവർ പ്രൊജക്റ്റ് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ള അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ്. ജസ്റ്റ് ഡയൽ കമ്പനി 75 കോടി രൂപയിൽ നിന്ന് 92 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ആനന്ദ് രതി കമ്പനി 42 നിന്ന് 56 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ഡെൻ നെറ്റ്വർക്ക് 49 നിന്ന് 40 ചെറുതായിട്ട് പ്രോഫിറ്റ് കുറഞ്ഞു. FPEയുടെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ജാനുവരി മാസത്തിൽ ഏകദേശം ഒരു 3,864 കോടി രൂപ ഇതുവരെ അവർ ഇവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്നുള്ള ഇതാണ്. ഇനിയും അവരുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫ്ലോയാണ് മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത്. ഡിമാർട്ട്, അവന്യൂ സൂപ്പർ മാർക്കറ്റ്, അവർ പ്രൊമോട്ടേഴ്സായിട്ടുള്ള ഡിമാർട്ടിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് 17% ഒരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നവംബറിൽ 11.7 ഉണ്ടായിരുന്നു. അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസംബറിൽ 2.4% മാത്രം വർധനവ് ആണ് ഉണ്ടായിട്ടുള്ളതെന്നുള്ള ന്യൂസാണ്. അപ്പോൾ മൈനിങ് സെക്ടറിൽ ഏകദേശം ഒരു 6.8% ഉണ്ടായിരുന്ന 6.8 നമ്മളുടെ ഗ്രോത്ത് കുറഞ്ഞു. 9.7 ഉണ്ടായിരുന്നു കഴിഞ്ഞ നവംബറിലെ ഗ്രോത്ത്. മാനുഫാക്ചറിങ് സെക്ടറിൽ 1.2 ആണ് ഉള്ളത്. 6.9 ഉണ്ടായിരുന്നു നവംബറിലെ ഗ്രോത്ത്. ഇലക്ട്രിസിറ്റി സെക്ടറിലെ ഔട്ട്പുട്ട് 5.8 ആണ്. അത് 12.7 ഉണ്ടായിരുന്നു നവംബറിലെ ഗ്രോത്ത്. അപ്പോൾ നവംബറിലെ ഗ്രോത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ CPI ഇൻഫ്ലേഷനും വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് പൊതുവേ കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് വിശദമായിട്ട് നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു. ബൈ ഓൾ.